ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോൻ്റെ കോണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് പഠിത്തത്തോടൊപ്പം തന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ബേബീൻ്റെ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ അടിപൊളി എന്നുള്ളൊരു വേർഡ് ഞാൻ മനഃപൂർവ്വം യൂസ് ചെയ്ത് തന്നെയാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഇനീഷ്യലി ഈ ഒരു പഠിത്തം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം ബേബിക്ക് ജസ്റ്റ് 6 മന്ത്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അമ്മയുടെ അടുത്തോ ആരുടെയും അടുത്ത് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. ബാക്കി വന്നു കഴിഞ്ഞാൽ ഫീഡിങ് ടൈമിലൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത്രയും കുഞ്ഞു ബേബിക്ക് ശരിക്കും മദറിൻ്റെ കെയറും അറ്റൻഷനും കൊടുക്കേണ്ട ഒരു സമയത്ത് എനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെ വീട്ടിലെ ബാക്കി കാര്യങ്ങളാണെങ്കിൽ തന്നെ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്ന് എക്സ്പെക്ട് ചെയ്ത ഒരാളാണ്. പക്ഷെ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിൽ ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും എനിക്ക് അതൊന്നും കെയർ ചെയ്യാതെ ആ സെൽഫ് ഡൗട്ടും കാര്യങ്ങളും ഒന്നും വരാതെ അല്ലെങ്കിൽ അതൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ആ ഗിൽറ്റൊക്കെ മാറ്റി വെച്ചിട്ട് പഠിത്തം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഈക്വലി ബാക്കി കാര്യങ്ങളും ബാലൻസ് ചെയ്തിട്ട്. അപ്പം അത് ഞാൻ എങ്ങനെയാണ് സക്സസ്ഫുള്ളി ചെയ്തതെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അത് പറയാനൊരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പഠിക്കാൻ ടൈം കിട്ടുന്നില്ല, വീട്ടിൽ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിൽ ബാക്കി ഇൻലോസ് ഉണ്ട്, അവരുടെ കാര്യങ്ങൾ കുക്കിംഗ് ക്ലീനിങ് ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മെസ്സേജസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ടൊരു ടൈം സ്കെഡ്യൂൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതും ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ വളരെ ചെറിയ ബേബീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റ് ഒരു ടൈം സ്കെഡ്യൂൾ സെറ്റ് ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സ്കൂൾ ഗോയിങ് കുട്ടികളൊക്കെ ആണെങ്കിൽ അത് നടക്കും. നിങ്ങൾക്ക് കുട്ടികളില്ല, നിങ്ങൾ ജസ്റ്റ് മാരിഡ് ആണ്, ഇൻലോസ് ഒക്കെ മാത്രമേ ഉള്ളൂ വീട്ടിലെങ്കിൽ നിങ്ങൾക്കും കറക്റ്റ് ടൈം സ്കെഡ്യൂളിങ് നടക്കും. പക്ഷേ ഈവൻ ചെറിയ ബേബീസ് ഉള്ളവർക്ക് പോലും ഇത്ര അവേഴ്സ് പഠിക്കാം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാമല്ലോ. അത് നമുക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് വേറെ ഒരു വർക്കും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പം എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 10 o'clock ആണ് യൂഷ്വലി സെറ്റ് ചെയ്യുന്ന ടൈം. 10 to 4:35 വരെ മാക്സിമം ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന സമയം. അപ്പം അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സും കഴിഞ്ഞിരിക്കും. ഇനി ചില എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് രാവിലെ എങ്ങാനും ബേബി രാത്രി ഉറങ്ങാതെയൊക്കെ ഇരുന്നിട്ട് ലേറ്റ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പണി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ലഞ്ച് ഞാൻ അപ്പോഴെന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ആ 10 to 4 അല്ലെങ്കിൽ 10 to 5 എന്നുള്ള സമയം ഞാനത് പഠിക്കാൻ വേണ്ടി മാത്രം വെക്കുന്ന സമയം. അതിനിടയിൽ ഞാൻ വേറെ ഒരു കാര്യം പോവില്ല. അപ്പം എൻ്റെ കിച്ചൺ എത്ര വൃത്തികേടായിരുന്നോട്ടെ, വീട് എങ്ങനെ മെസ്സി ആയിരുന്നോട്ടെ, ഞാനത് മൈൻഡ് ചെയ്യാനേ പോവാറില്ല. നമ്മളൊരു സ്കൂളിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ പോകുന്ന സമയത്ത് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ സമയത്ത് ഒരു 9 o'clock തൊട്ട് 5 o'clock അല്ലെങ്കിൽ 4 o'clock വരെ നമ്മൾ സ്കൂളിൽ തന്നെ ആയിരിക്കില്ല, അല്ലെങ്കിൽ കോളേജിൽ തന്നെ ആയിരിക്കും, വേറെ ഒന്നും നമ്മൾ ചെയ്യില്ല. അതുപോലെ നമ്മൾ വീട്ടിലിരുന്നാണെങ്കിൽ പഠിക്കുന്നേ പോലും നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു ടൈം അതിന് വേണ്ടി മാത്രം കൊടുക്കുക. ലഞ്ച് ബ്രേക്ക് ഒരു 1/2 hour മാത്രം എടുക്കുക. ഈവൻ നിങ്ങൾക്ക് കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ലഞ്ച് കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഈസിയർ ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഫോളോ ചെയ്ത് അങ്ങനെ കുക്ക് ചെയ്യുക. ഈ ഒരു ടൈം വേറെ ഒന്നിലേക്ക് പഠിത്തത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. അത് ഈ ഒരു ടൈം ആവണം എന്നില്ല. ഇനി അല്ലാതെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നേരത്തെ എണീക്കുക, ഒരു 4 to 6 വരെ പഠിക്കാൻ എടുക്കുക. അതിനുശേഷം കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ട് പിന്നെയുള്ള ടൈം പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ നൈറ്റ് ടൈം. അങ്ങനെ നിങ്ങളുടെ ടൈം സ്കെഡ്യൂൾ ചെയ്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ, അതായത് ചിലപ്പോൾ നമുക്ക് വീട് എപ്പോഴും മെസ്സി ആയിട്ടൊന്നും ഇട്ടിരിക്കാനൊന്നും പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഞാനും ഹസ്ബൻഡും ബേബി മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ ഇൻലോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, പേരൻസ് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നാലും ആരും നമ്മളെ കുറിച്ച് കംപ്ലയിൻറ്റ്സ് പറയാനോ നമ്മളെ ജഡ്ജ് ചെയ്യാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ചിലർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രമേ പഠിക്കാനിരിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെയും സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഈവൻ കുക്കിംഗ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ ക്ലീനിങ് ആണെങ്കിലും ശരി, വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് ക്ലാസ് കേൾക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊക്കെ സ്പീക്കറായിരുന്നു, എനിക്ക് ആദ്യം സ്പീക്കർ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല, ഇപ്പം അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പം അതുണ്ടാകുന്ന സമയത്ത് ഞാൻ അത് ഒച്ചത്തിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ പുതിയ പഠിക്കാത്ത ടോപ്പിക്സ് ഒന്നും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ അപ്പം കേട്ട് പഠിക്കണം എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം.
നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ഒരു ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുന്ന രീതിയിലോ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ വോയിസിന് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ റിവിഷന് വേണ്ടിയിട്ട് ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ റേഡിയോ ഒക്കെ കേൾക്കില്ലേ, അപ്പൊ അതിനകത്ത് ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് റീഡ് ചെയ്തെങ്കിൽ, അല്ലെ 10 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഡിസ്കസ് ചെയ്തെങ്കിൽ ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളെ ഉള്ളിലേക്ക് കയറിയെന്ന് വരില്ല. കാരണം നമുക്ക് കുക്കിങ്ങോ ക്ലീനിങ്ങോ അതിലും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ മൾട്ടി ടാസ്കിങ് എനിക്കൊന്ന് അധികം വർക്ക് ചെയ്യുന്നത് ഈ ഗേൾസിന്റെ കാര്യത്തിലാണ്. മെയിൽ ജെൻഡറിൽ അത് എത്രത്തോളം വർക്ക് ചെയ്യുന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ കേട്ടതും ഈ ഒരു ഫീമെയിൽ ജെൻഡറിനാണ് അത് കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് മൾട്ടി ടാസ്കിങ്. അപ്പൊ ഈ മൾട്ടി ടാസ്കിങ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 5 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് കയറും എന്നുള്ളത് 100% ഷുവർ ആണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നതാണ്, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ടൈം അതിന് വേണ്ടിയിട്ട് ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യാതിരിക്കുക. അതൊരിക്കലും വേസ്റ്റേജ് ആണെന്ന് ഞാൻ പറയില്ല, പഠിത്തമുള്ളത് കൊണ്ട് മാത്രം അത് വേസ്റ്റ് എന്നുള്ളൊരു ടേം ഞാൻ യൂസ് ചെയ്തെന്ന് മാത്രം. കാരണം അത് കുക്ക് ചെയ്ത് കൊടുക്കുമ്പം അത് കഴിക്കുന്ന ആൾക്കാർ ഹാപ്പി ആണെങ്കിൽ ഒബിയസ്ലി അത് നല്ലൊരു കാര്യമാണ്, വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ നമുക്കിപ്പോൾ അതിന് ടൈമില്ല. നമുക്ക് ജോബ് കിട്ടി, നമ്മൾ എയിം ചെയ്യുന്ന ഒരു ഗോൾ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഗോൾ എന്ന് പറയുന്നത് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഗോളല്ല. അത് കുറച്ചധികം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. സോ അത് അങ്ങനെ അറ്റൈൻ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഫാമിലിക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കാതെ ഈസിയർ ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പൊ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പം ഇപ്പൊ ദോശേൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ മൺഡേ ദോശയാണെങ്കിൽ ട്യൂസ്ഡേ എന്തായാലും ഇഡ്ഡലി ആയിരിക്കും. അപ്പം സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2 days ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഞങ്ങൾ അതന്നെ യൂസ് ചെയ്യും. പിന്നെ നൈറ്റ് മാത്രം ഞങ്ങൾ വേറെ എന്തെങ്കിലും ഈസിയറായിട്ട് ഓട്സ് ഓംലെറ്റ് അല്ലെങ്കിൽ ബ്രെഡിന്റെ സംതിങ് അല്ലെങ്കിൽ ഓട്സിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈസിയർ ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ ഇനി വല്ലപ്പോഴും ഒട്ടും സമയമില്ല, പഠിക്കാൻ വളരെ ലേറ്റായി എണീക്കാൻ, അപ്പൊ പഠിക്കാൻ ടൈം കിട്ടില്ല എന്നാണെങ്കിൽ ചിലപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഔട്ട് സൈഡിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാറുണ്ട് വല്ലപ്പോഴും ഒക്കെ. അപ്പൊ ഇതൊക്കെ എല്ലാ വീട്ടിലും പോസിബിൾ ആവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കിയിട്ട് മാത്രം ഈ പറഞ്ഞ പോലത്തെ രീതിയിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ 2 ഡേയ്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കറി ആക്കി വെക്കാൻ പറ്റുകയാണ് അങ്ങനെ ചെയ്യാൻ. നൈറ്റിൽ കുറച്ച് വർക്ക് ചെയ്തിട്ട് മോർണിംഗിലേക്കുള്ള രീതിയിൽ ഈസിയർ ആയിട്ടുള്ള റെസിപ്പീസ് എപ്പോഴും ഫോളോ ചെയ്യുക. കുറേ ടൈം എടുത്ത് ഭയങ്കര അതായിട്ടുള്ള കുക്കിങ്ങിൽ എക്സ്പെർട്ടീസ് കാണിക്കാനല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യം നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നതാണ്, നിങ്ങളിപ്പം ചെറിയ ബേബീസ് ആണ് അല്ലെങ്കിൽ കുട്ടികളുള്ളവരാണെങ്കിൽ മെയിൻലി അധികം നമുക്ക് സമയം പോകുന്നത് അവിടെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് കളിക്കാൻ എന്തെങ്കിലും സാധനം, എസ്പെഷ്യലി ഇപ്പം വളരെ കുഞ്ഞു ബേബീസ് ഒക്കെയാണ്, ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ബെഡിലൊക്കെ അവരെ അല്ലെങ്കിൽ പ്ലേ മാറ്റ് ഒക്കെ വെച്ചിട്ട് ഇരുത്തി കഴിഞ്ഞാൽ അവരവിടെ ഇരുന്നോളും. ഇനി അല്ല ഓടി നടക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മളൊരു കണ്ണ് അവരുടെ അടുത്ത് വേണം. പക്ഷെ എന്നാലും ടോയ്സ് ഒക്കെ കൊടുത്ത് മാക്സിമം അവരെങ്ങനെയെങ്കിലും എൻഗേജ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ബുക്ക് എടുത്ത് റീഡ് ചെയ്യുക. അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ റിവിഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രോൺ അപ്സ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും ഹോംവർക്ക് അല്ലെങ്കിൽ നോട്ട് അങ്ങനെ എന്തെങ്കിലും കളറിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഒക്കെ കൊടുത്തിട്ട് അവരെ എൻഗേജ് ആക്കി ഇരുത്തിയിട്ട് നമ്മളും തൊട്ടടുത്ത് തന്നെ ഇരുന്ന് നമ്മളെ വർക്ക് ചെയ്യുമ്പോൾ അവർക്കും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും, വലിയ കുട്ടികളാണെങ്കിൽ പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു ടൈം നമ്മൾ പഠിക്കാൻ വേണ്ടി, ഞാൻ ഈ പറഞ്ഞ പോലെ പുതിയ ടോപ്പിക്സ് പഠിക്കാതെ റിവിഷന് വേണ്ടിയിട്ട് മാക്സിമം ഫോക്കസ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇതിൻ്റെ ഇടയിൽ മക്കൾ കുറേ നേരം നമ്മുടെ അടുത്തേക്ക് വരും. അതുകൊണ്ട് ആ ടൈമിൽ റിവിഷനോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഏരിയാസ് നോക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിക്കുക, അതായത് ഒരു ഔട്ടിങ്ങിനോ അല്ലെങ്കിൽ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഒരു മൂവിക്കൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിൻ്റെ കൂടെയൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് അതും പോവാം, അതിനും ഒരു പ്രശ്നമില്ല. അത് പോകുന്ന സമയത്ത് അയ്യോ ഗിൽട്ട് അടിച്ചിട്ട് അയ്യോ ഞാൻ ഇത്രയും സമയം വേസ്റ്റ് ചെയ്തല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ മൂവി നൈറ്റിലാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഷോപ്പിംഗ് നിങ്ങൾ ഒരു ഈവനിങ് ടൈമിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഡെയിലി ഒരു ടാസ്ക് എന്ന് പറയുന്ന 8 hours കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ അത് മാക്സിമം ഈ മൂവിക്ക് പോകുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇനി അല്ല ഒരു ആഫ്റ്റർനൂണിലാണെങ്കിൽ ഒരു ടാർഗറ്റിന്റെ ഒരു ഹാഫ് പോർഷനെങ്കിലും നിങ്ങൾ മോർണിംഗ് കംപ്ലീറ്റ് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ടയർഡ് ആവും, അതിനിരിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അതിന് മുന്നേ ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ട് പോവാൻ നോക്കുക എപ്പോഴും. അല്ലെങ്കിൽ ഓൾറെഡി ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ വരുന്നത് ചാൻസ് കുറവാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കത് പോയേ പറ്റുള്ളൂ. അത് എക്സ്ക്ലൂഡ് ചെയ്യാം. അല്ലാതെ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ
ഇങ്ങനെ കറക്റ്റ് ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കി ആദ്യമേ ഞാൻ പഠിച്ചു കഴിഞ്ഞാലേ ഞാൻ പോവുള്ളൂ എന്നുള്ളത് മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും. അവിടെയും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അല്ലാതെ ഒരു പ്ലാനും ഇല്ലാതെ മോർണിംഗ് ഷോപ്പിങ്ങിന് പോയി അത് കഴിഞ്ഞ് വന്നിട്ട് പഠിക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. സ്റ്റഡീസിന് എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ നോക്കുക. അപ്പം അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫിൽ ഈ സമയമില്ല എന്നുള്ള കംപ്ലയിൻസ് ഉണ്ടല്ലോ, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം നമ്മളൊരു മൂവിക്ക് പോകണമെന്ന് വെച്ചാൽ ആരെയും പറയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ട്രിപ്പിന് പോകാനാണ് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയില്ല. കാരണം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അതാണ്. അപ്പം അതുകൊണ്ട് നമുക്കതിന് സമയമുണ്ടാവും. സോ സ്റ്റഡീസും അതുപോലെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനും എന്തായാലും സമയം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി അടുത്തത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ഈസി അച്ചീവബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. അപ്പം അതിന് നമുക്ക് ഡെഫിനറ്റ്ലി സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ആ സപ്പോർട്ട് ഞാൻ മുന്നേ ഇതുപോലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് എന്ന് പറയുന്നത് ചിലർക്ക് ഭാഗ്യവശാൽ സപ്പോർട്ടും സിറ്റുവേഷനൊക്കെ അവർ ചോദിക്കാതെ തന്നെ അല്ലെ അവർ സീക്ക് ചെയ്യാതെ തന്നെ ഇങ്ങോട്ട് അവരെ തേടിയെത്തും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. എൻ്റെയൊക്കെ സിറ്റുവേഷനിലാണെങ്കിൽ എനിക്ക് എൻ്റെ പേരൻസിൻ്റെ ആയാലും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ആയാലും സപ്പോർട്ട് ഞാൻ ചോദിച്ച് വാങ്ങിച്ചെടുത്തതാണ്. അല്ലാതെ എനിക്കൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ നീ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഞങ്ങൾ ഫുൾ സപ്പോർട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇനീഷ്യലി അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പം മദർ ഇൻ ലോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പഠിക്കണം എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ടും എനിക്ക് ഗവൺമെൻറ് ജോലി ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു ടീച്ചറായി പോകുന്നതിനേക്കാളും എത്രയോ നല്ലത് അതാണെന്ന് തോന്നിയതിനെ കൊണ്ടും ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ എൻ്റെ സ്റ്റഡീസിനും എല്ലാ രീതിക്കും ഒരു ബെറ്റർ എൻവയൺമെൻറ്റ് അതാണെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ റെൻറ്റഡ് ഹൗസ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് മാറിയത്. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഈ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത് നിങ്ങൾ സീക്ക് ചെയ്യുക, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ പാർട്ട്ണറോടാണെങ്കിലും പേരൻസിനോടാണെങ്കിലും ഇൻലോസിനോടാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അയ്യോ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യില്ല, അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ച് പേടിച്ച് മാറി നിൽക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അപ്പം അതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇനി ഇപ്പോഴും പേടിച്ച് മടിച്ച് മാറി നിൽക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനും ഹസ്ബൻഡും റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. കാരണം ഞങ്ങൾക്ക് ചെറിയൊരു ബേബിയാണ്. അപ്പോൾ എല്ലാ കാര്യം ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം ഞാനിപ്പോൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഹസ്ബൻഡ് ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ ഹസ്ബൻഡ് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ ബേബീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ പഠിക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഇപ്പം വാഷിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ബെനിഫിറ്റഡ് ആവുന്നത് നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ ഫാമിലിയും കൂടിയല്ലേ. അപ്പോൾ കുറച്ച് സാക്രിഫൈസ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അത്രത്തോളം ഇല്ലെങ്കിലും ഫാമിലിയും കൂടി ചില സിറ്റുവേഷനിൽ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഇതൊക്കെ ആ ഒരു ജേർണീൻ്റെ ഭാഗമായിട്ട് മാത്രം കണക്കാക്കുക എന്നുള്ളതാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അല്ല. ഇത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഞാനത് ചെയ്ത് നോക്കിയിട്ട് അത് വർക്കിംഗ് ആയിട്ട് തോന്നിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അധിക ഗേൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരെന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അത് അവർ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആവാറുണ്ട്. എൻ്റെയൊക്കെ കാര്യത്തിൽ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും നല്ല വൃത്തിക്കും മെനക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല ടൈം എടുക്കും. അത് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുക്കിങ്ങിനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരു 1.5 hours അത് മതിയില്ലേ. അതുപോലെ തന്നെ ക്ലീനിങ്ങിനാണെങ്കിൽ ഒരു 1/2 hour അങ്ങനെ ടൈം സെറ്റ് ചെയ്ത് ചെയ്യുമ്പം അതും സ്റ്റഡീസിൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ റൂട്ടീനിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് അത് സ്റ്റഡീസിനെ എങ്ങനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തു എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് കൂടാതെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പേഴ്സണലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതെനിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്കും എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഞങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.